നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 2 ടൗൺഷിപ്പുകളിലായി 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിലുള്ള വീടുകളാണ് പദ്ധതിയിലുള്ളത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. പരോൾ തടവുകാരന്റെ അവകാശമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്നും സാമാന്യ മര്യാദയുടെ പേരിലാണ് പോയതെന്നും ഗോവിന്ദൻ വിശദീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സനാതനധർമ്മ പരാമർശം ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. ഹിന്ദുക്കളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപമാനിച്ചെന്നും മറ്റു മതങ്ങളെ അവഹേളിക്കാൻ ധൈര്യമുണ്ടോ എന്നും ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനെവാലെ ചോദിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ പൊതു നിലപാടെന്ന രീതിയിലാണ് BJP പിണറായിയുടെ വാക്കുകളെ ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം അഴിച്ചു കയറണമെന്ന നിബന്ധന ഒഴിവാക്കേണ്ടതാണെന്ന സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചർച്ച ചെയ്യുമെന്ന് റിപ്പോർട്ടുകൾ. സ്വാമി സച്ചിദാനന്ദയും മുഖ്യമന്ത്രിയും തങ്ങളുടെ പരസ്യ നിലപാട് വ്യക്തമാക്കിയതോടെയാണ് വിഷയം ചർച്ചയ്ക്കെത്തുന്നത്. റോഡിൽ സ്റ്റേജ് കെട്ടി പൊതുസമ്മേളനം നടത്തിയതിനെ വീണ്ടും ന്യായീകരിച്ച് CPM നേതാവ് A വിജയരാഘവൻ. ഒരു സമരം നടത്തിയാൽ അത് സഹിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് നമ്മുടെ നാട്ടിലെന്നും റോഡിലൂടെ പ്രകടനം നടത്തണ്ട, മലയിൽ കൂടെ നടത്തിക്കോ എന്നതാണ് ചിലരുടെ വാദമെന്നും സമരം ചെയ്യാൻ തെരുവെങ്കിലും വിട്ടുതരൂ എന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും വിജയരാഘവൻ വ്യക്തമാക്കി. പെരിയ ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ രേഖകൾ കണ്ടിട്ടുണ്ടെന്ന ആരോപണം നിഷേധിച്ച് പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ. ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമായാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തെങ്കിലും രേഖകൾ താൻ കോൺഗ്രസിൽ ഉള്ളപ്പോൾ കണ്ടിരുന്നെങ്കിൽ പ്രതികളുടെ വക്കാലത്ത് ഏറ്റെടുക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം വിശദീകരിച്ചു. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധവുമായി KSU. കോഴിക്കോട് DDE ഓഫീസിന് മുന്നിലായിരുന്നു KSU പ്രതിഷേധം. DDE ഓഫീസിന്റെ പേര് വിദ്യാഭ്യാസ കച്ചവട കേന്ദ്രം എന്നാക്കി പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. ഉമ തോമസ് MLA ആരോഗ്യനിലയിൽ പുരോഗതി. ഉമ തോമസ് മക്കളോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞെന്ന് ഡോക്ടർമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നേർത്ത ശബ്ദത്തിലായിരുന്നു ഉമ തോമസിന്റെ പ്രതികരണമെന്നും തലയ്ക്കുണ്ടായ മുറിവ് ഭേദപ്പെട്ടു വരികയാണെന്നും ഇപ്പോൾ ആളുകളെ തിരിച്ചറിയുന്നുണ്ടെന്നും എന്നാൽ വെന്റിലേഷനിൽ എത്ര ദിവസം തുടരണം എന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും ഡോക്ടർമാർ അറിയിച്ചു. MLA ആരോഗ്യസ്ഥിതി ഇന്ന് വീണ്ടും പരിശോധിച്ച ശേഷം തുടർ ചികിത്സകൾക്കുള്ള തീരുമാനങ്ങൾ എടുക്കും. മാലിന്യ പ്രശ്നത്തിൽ റെയിൽവേക്കെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം നീക്കുന്നതിൽ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ആദ്യഘട്ടം മുതലേ നല്ല ഇടപെടലായിരുന്നില്ല ഉണ്ടായതെന്നും നിലവിലും മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട മോശം സമീപനമാണ് റെയിൽവേ സ്വീകരിക്കുന്നതെന്നും മേയർ പറഞ്ഞു. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നതെന്നും ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാസ്ഥാപനത്തെ പിടിച്ചുപറിയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ഉന്മാദിച്ചവർക്ക് ആഹ്ലാദത്തിന് വക നൽകില്ല പുതുവർഷമെന്നും മുൻ MLA PK ശശി. ഒന്നിന്റെ മുൻപിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക, എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കാതിരിക്കുക, ഉയിര് പോകും വരെ ഉശിര് കൈവിടാതിരിക്കുകയെന്നും ശശി കുറിപ്പിൽ പറയുന്നു. CPM നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമുയർത്തിയ ഫേസ്ബുക്ക് കുറിപ്പിന് വിശദീകരണവുമായി PK ശശി. താനിട്ടത് പാർട്ടിയെ വിമർശിച്ചുള്ള കുറിപ്പല്ലെന്ന് PK ശശി പറഞ്ഞു. പുതുവത്സരത്തിന് താൻ കൊടുത്ത ഒരു മെസ്സേജ് മാത്രമാണിതെന്നും പാർട്ടി വിട്ടുപോയവർക്കും പാർട്ടിയെ ചതിച്ചവർക്കുമെതിരെയുള്ള പോസ്റ്റാണെന്നും ശശി വിശദീകരിച്ചു. എന്നാൽ പാർട്ടിക്കെതിരെ വിമർശനം നടത്താൻ പാടില്ലെന്ന് ആരും പറയുന്നില്ലെന്നും എതിർപ്പുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയല്ല പാർട്ടി ഫോറങ്ങളിൽ താനത് രേഖപ്പെടുത്തുമെന്നും ശശി പറഞ്ഞു. കുട്ടനാട് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണമെന്നും ഒരു വള്ളത്തിൽ പോലും കയറാൻ ആളില്ലാത്ത പാർട്ടിയായി NCP മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ. മന്ത്രി പദവിക്കായി തോമസ് കെ തോമസിന്റെയും PC ചാക്കോയുടെയും ശ്രമങ്ങൾ കണ്ട് കേരളം ചിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലെ ലേഖനത്തിലാണ് വിമർശനം ഉന്നയിച്ചത്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയിൽ രക്ഷിതാക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. സാമ്പത്തിക ചൂഷണത്തിനാണ് സംഘാടകർക്കെതിരെ കേസെടുത്തത്. സംഘാടകരുടെ പണപ്പിരിവിനെ സംബന്ധിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്പോൺസർമാരായ കല്യാൺ സിൽക്സ് അടക്കമുള്ളവരുടെ മൊഴിയെടുക്കും. നർത്തകരുടെ വസ്ത്രത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയത് തങ്ങൾ വൈകിയാണ് അറിഞ്ഞതെന്ന് കല്യാൺ സിൽക്സ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. കൊച്ചിയിലെ വിവാദ നൃത്ത പരിപാടിയിൽ 25,000 പേരെ നിയന്ത്രിക്കാനുണ്ടായിരുന്നത് 25 പോലീസുകാർ മാത്രമായിരുന്നെന്ന് റിപ്പോർട്ടുകൾ. പരിപാടിക്കായി 25 പോലീസുകാർ മതിയെന്നാണ് സംഘാടകരായ മൃദംഗ വിഷൻ പോലീസിനെ അറിയിച്ചത്. 25 പേർക്കായി പോലീസിൽ നിയമപ്രകാരമുള്ള പണവും അടച്ചിരുന്നു.
150ഓളം സ്വകാര്യ സെക്യൂരിറ്റി ജീവനക്കാർ പോലീസുകാർക്ക് പുറമെ പരിപാടിക്കുണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസുകാർ വേണ്ടെന്നും സംഘാടകർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. നവകേരള ബസ് വീണ്ടും സർവീസ് തുടങ്ങി. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് സർവീസ്. സീറ്റുകളുടെ എണ്ണം കൂട്ടിയും സമയക്രമത്തിലടക്കം മാറ്റങ്ങൾ വരുത്തിയുമാണ് സർവീസ് പുനരാരംഭിച്ചത്. കോഴിക്കോട് നിന്ന് രാവിലെ 8:30 തിരികെ ബംഗളൂരുവിൽ നിന്ന് രാത്രി 10:30 ബസ്. എല്ലാ ദിവസവും സർവീസ് ഉണ്ട്. 910 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അനുമതിയില്ലാത്ത കോഴ്സിന്റെ പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ കണ്ണൂർ സർവകലാശാല അന്വേഷണം തുടങ്ങി. വയനാട് WMO ഇമാം ഗസാലി കോളേജിലെ ബികോം CA കോഴ്സിന്റെ 1ാം സെമസ്റ്റർ ഫലമാണ് സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ആണ് ആരോപണം ഉന്നയിച്ചത്. നാട്ടിലേക്കുള്ള യാത്രയിൽ കാണാതായ മലയാളി സൈനികൻ വിഷ്ണുവിനെ കണ്ടെത്തി. വിഷ്ണുവിനെ കണ്ടെത്തുന്നതിന് നിർണായകമായത് ATM ഇടപാടാണെന്ന് പോലീസ്. ഇന്നലെ ശമ്പളം വന്നതിന് പിന്നാലെ ബംഗളൂരുവിലെ ATMൽ നിന്ന് വിഷ്ണു പണം പിൻവലിച്ചു. ഇത് നിർണായകമായി എന്നും വിഷ്ണുവിനെ കണ്ടെത്താൻ 1000-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും പോലീസ് പറഞ്ഞു. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെയാണ് വിഷ്ണു മാറി നിൽക്കാൻ കാരണമെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയത് കൊടിസുനി പ്രതിയായ ന്യൂ മാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് BJP ആക്ഷേപം ഉന്നയിച്ചു. തൃശൂർ ചേറ്റുവ പാലത്തിൽ വഴിവിളക്ക് കത്തിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിന് പിന്നാലെ കത്തിയ വിളക്കും തൂണും ഇല്ലാതായി. വൈദ്യുതി വിളക്കുകൾ പ്രകാശിക്കാതായിട്ട് മാസങ്ങൾ പിന്നിട്ടതിനാൽ വിളക്കുകൾ പ്രകാശിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ പാലത്തിൽ ചൂട്ട് കത്തിച്ച് പ്രതിഷേധിക്കുകയും ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് കളക്ടർ വൈദ്യുതി വിളക്കുകൾ അടിയന്തരമായി പ്രകാശിപ്പിക്കാൻ നോട്ടീസ് അയക്കുകയും ചെയ്തു. വിളക്കുകൾ കത്തിയെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം പാലത്തിലെ വൈദ്യുതി വിളക്കുകളും തൂണുകളും അപ്രത്യക്ഷമാവുകയായിരുന്നു. പ്രതിഭ MLAയെ BJPയിലേക്ക് ക്ഷണിച്ച് CPM മുൻ ഏരിയ കമ്മിറ്റി അംഗവും BJP സംസ്ഥാന സമിതി അംഗവുമായ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു. മകനെതിരായ കഞ്ചാവ് കേസിൽ പ്രതിഭ MLAയെ പിന്തുണച്ച് ബിബിൻ സി ബാബു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ട്. IC ബാലകൃഷ്ണനെതിരെ വെളിപ്പെടുത്തലുമായി ബത്തേരി അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി ജോർജ്. 2021 DCC പ്രസിഡന്റ് ആയിരുന്ന IC ബാലകൃഷ്ണൻ 17 പേരുടെ ലിസ്റ്റ് തന്നിട്ട് അനധികൃത നിയമനം നടത്താൻ ആവശ്യപ്പെട്ടെന്നാണ് വെളിപ്പെടുത്തൽ. എന്നാൽ ലിസ്റ്റ് തള്ളി താൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ 6 ഒഴിവിലേക്ക് നിയമനം നടത്തിയെന്ന് ഡോക്ടർ സണ്ണി വെളിപ്പെടുത്തി. തിരുവനന്തപുരം കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം കോളേജ് ഉടമ അബ്ദുൾ അസീസ് താഹയുടേത് തന്നെ എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ ഗാലറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത്. പോക്സോ കേസിൽ ശിക്ഷ ഉറപ്പാകുമെന്ന് കണക്കുകൂട്ടിയതോടെ ആത്മഹത്യാ നാടകം കളിച്ച പ്രതി വലയിൽ. പള്ളാട്ടിൽ 24 വയസ്സുള്ള മുഹമ്മദ് നാഫിയെയാണ് കാളികാവ് പോലീസ് ആലപ്പുഴയിൽ നിന്ന് പിടികൂടിയത്. മലപ്പുറം മാളിയേക്കലിൽ നിന്നുമാണ് നാഫിയെ കാണാതായത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇതിനിടെ ബേപ്പൂർ കടപ്പുറത്ത് നിന്നും ആത്മഹത്യാക്കുറിപ്പടങ്ങിയ ഒരു ബാഗ് കണ്ടെടുക്കുകയും ചെയ്തു. കടലിൽ ചാടി ആത്മഹത്യ നടത്തിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു ലക്ഷ്യം. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും എത്തിച്ച ഗവേഷകനാണ് അദ്ദേഹം. 50 കൊല്ലത്തെ ഗവേഷണത്തിന്റെ ഫലമായിരുന്നു ഇത്. കൊച്ചിയിൽ പുതുവർഷ ആഘോഷത്തിനിടയിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവരാണ് മരിച്ചത്. വൈപ്പിൻ പാലത്തിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. 2024 അവസാന ദിവസം ഉച്ചയ്ക്ക് 2 മണിവരെ 308 കോടി രൂപയുടെ മദ്യമാണ് കർണാടകയിൽ വിറ്റത്. കഴിഞ്ഞ വർഷത്തെ കണക്കിനേക്കാൾ ഇരട്ടിയാണിത്. മുഴുവൻ ദിവസത്തെ കണക്കുകൾ കൂട്ടിയാൽ ലാഭം ഇനിയും ഉയരുമെന്നാണ് എക്സൈസ് വകുപ്പ് പറയുന്നത്. സൗദി അറേബ്യയിൽ മലയാളിയെ കൊലപ്പെടുത്തിയ ഈജിപ്ഷ്യൻ പൗരന്റെ വധശിക്ഷ നടപ്പാക്കി. ജിദ്ദ അൽ സാമിർ ഡിസ്ട്രിക്റ്റിൽ മലപ്പുറം കോട്ടയ്ക്കൽ പറപ്പൂർ സൂപ്പി ബസാർ സ്വദേശി നമ്പിയാടത്ത് കുഞ്ഞലവിയെ കുത്തിക്കൊന്ന ഈജിപ്ഷ്യൻ പൗരൻ അഹമ്മദ് ഫുവാദ് അൽ സയ്യിദ് അൽ ലുവൈസിയെയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന പ്രമേയം തെലങ്കാന നിയമസഭ പാസാക്കി. തെലങ്കാന സർക്കാരിന്റെ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതായി രാജ്യസഭയിലെ കോൺഗ്രസ് ഉപനേതാവ് പ്രമോദ് തിവാരി ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു.
ആഭ്യന്തര സംഘർഷങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന യമന് $50 കോടി കൂടി സഹായമായി നൽകി സൗദി അറേബ്യ. ദുരിതം നേരിടുന്ന ജനതയുടെ പുനരധിവാസത്തിനും രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കും വികസനത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുക എന്ന സൗദി അറേബ്യയുടെ വിശാല താൽപര്യത്തിന്റെ ഭാഗമായാണ് ഈ സഹായം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയ്ക്കെതിരെ EPF പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 23.34 ലക്ഷം രൂപ PF അരിയേഴ്സ് നൽകുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് ഉത്തപ്പ അടക്കമുള്ളവർക്കെതിരെ EPF അധികൃതർ അറസ്റ്റ് വാറന്റ് നൽകിയത്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയുടെ പ്രകടനത്തെ പ്രശംസിച്ച് ഓസ്ട്രേലിയൻ പേസ് ഇതിഹാസം ഗ്ലെൻ മഗ്രാത്ത്. ജസ്പ്രീത് ബുംറ ഇല്ലായിരുന്നെങ്കിൽ ഈ ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയ തൂത്തുവാരുമായിരുന്നുവെന്ന് മഗ്രാത്ത് പറഞ്ഞു. പരമ്പരയിലെ 4 ടെസ്റ്റുകളിൽ നിന്ന് 12.83 ശരാശരിയിൽ 30 വിക്കറ്റുകളാണ് ബുംറ ഇതുവരെ എറിഞ്ഞിട്ടത്.